കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡിയിലെടുത്ത പിന്നീട് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും സിയാദിന് നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടി. ജൂൺ 16-നാണ് കുണ്ടറ സ്വദേശിയായ സിയാദിനെ വിദ്യാർത്ഥിയെ കാണാതായെന്ന പരാതിയെ തുടർന്ന് പോലീസ് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം വിദ്യാർത്ഥിയെ കണ്ടെത്തിയതോടെ സിയാദിനെ വിട്ടയച്ചു. വിദ്യാർത്ഥിയെ കാണാതായ സംഭവവുമായി സിയാദിന് ബന്ധമില്ലെന്ന് പിന്നീട് വ്യക്തമായി. എന്നാൽ വിട്ടയച്ചതിന് പിന്നാലെ സിയാദിന് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചികിത്സ തേടുകയും ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സിയാദ് മരിച്ചത്. സ്റ്റേഷനിൽ വെച്ച് പോലീസ് മർദ്ദിച്ചതാണ് ഗുരുതര പരിക്കുകൾക്കും മരണത്തിനും കാരണമായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജില്ലാ ആശുപത്രി ചെന്ന് എക്സ്റേയും സ്കാനിങ് എല്ലാം എടുത്തപ്പോഴത്തേക്ക് വാരിയലിന് പൊട്ടലുണ്ട്, ഈ ഭാഗത്തായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടത്. പിന്നെ ഓരോ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് മുതുകത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങനെ വെള്ളം കുത്തിയെടുത്തപ്പോഴത്തേക്ക് അത് പഴുപ്പായെന്നും വെള്ളം അങ്ങ് പഴുപ്പായെന്നും ബോഡി ഫുള്ളായെന്നും പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇവിടെ അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുവന്നത്. അച്ഛന്റെ മരണശേഷം മകൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിക്കുന്ന ഫോൺ സംഭാഷണവും കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഠിച്ചപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അതേസമയം സിയാദിനെ ചോദ്യം ചെയ്തതല്ലാതെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. നേരത്തെ തന്നെ സിയാദിന് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ചികിത്സാരേഖകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് DYFI കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതിനിടെ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് അടിയന്തര റിപ്പോർട്ട് തേടി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.